ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടം നാളെയാണ്. ശ്രീലങ്കയിലെ ആർ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം തുടങ്ങുന്നത്. തുടക്കത്തിൽ ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ നിലപാട്. പിന്നീട് ICCയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പാകിസ്ഥാൻ മത്സരത്തിന് സമ്മതം മൂളിയത്. T20 ലോകകപ്പിലെ ഈ നിർണായകമായ പോരാട്ടത്തിന് മൂല്യമായി കണക്കാക്കുന്നത് 2200 കോടി രൂപയാണ്. തുടർച്ചയായി 2 മത്സരങ്ങളും ജയിച്ച ശേഷമാണ് ഇരു ടീമുകളും പോരാട്ടത്തിന് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളുടെയും കളിക്കാരുടെ ഒരു മികച്ച പ്രകടനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. മത്സരത്തിന് മുമ്പ് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണ്. ഇതുവരെ 16 തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും അന്താരാഷ്ട്ര T20 തലത്തിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 13 തവണയും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. ഏറ്റവും ഒടുവിൽ ദുബൈയിൽ വെച്ച് നടന്ന ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ 5 വിക്കറ്റിനാണ് പാകിസ്ഥാനെ തകർത്തത്. ICC അംഗീകരിച്ച ന്യൂട്രൽ വേദിയിലും ഇരു ടീമുകൾ 13 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2 തവണ മാത്രമാണ് പാകിസ്ഥാന് വിജയിക്കാനായത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. മത്സരം നടക്കുന്ന ആർ പ്രേമദാസ് സ്റ്റേഡിയത്തിൽ ഇതുവരെ നടന്നത് 60 T20 മത്സരങ്ങളാണ്. ഇതിൽ 24 തവണ ആദ്യം ബാറ്റ് ചെയ്ത ടീമും 35 തവണ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമുമാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടോസ് ഇവിടെ വളരെ നിർണായകമാകും. ശരാശരി കണക്കുകൾ മറന്നാൽ ഈ ഗ്രൗണ്ടിൽ ഒരു ടീമിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് 215 റൺസും ഏറ്റവും കുറഞ്ഞ സ്കോർ എന്ന് പറയുന്നത് 80 റൺസുമാണ്. അതുകൊണ്ട് പിച്ചിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല എന്ന് തന്നെ അർത്ഥം. പ്രേമദാസ് സ്റ്റേഡിയത്തിലെ പിച്ച് സ്പിന്നർമാരെ അകമഴിഞ്ഞ് സഹായിക്കുന്നതായി മുൻപുള്ള മത്സരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇരു ടീമുകളെയും സ്പിന്നർമാർക്ക് മത്സരത്തിൽ നിർണായകമായ റോൾ ഉണ്ടാകും. ഇന്ത്യയുടെ വജ്രായുധം വരുൺ ചക്രവർത്തിയാണ്. 6 പന്തുകളും 6 വ്യത്യസ്ത രീതിയിൽ എറിയുവാനും എതിർ ബാറ്ററെ സമ്മർദ്ദത്തിലാക്കാനും തരത്തിൽ മൈൻഡ് ഗെയിം കളിക്കാനും കഴിവുള്ള വരുണിലാണ് ഇന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷ. സമ്മർദ്ദ ഘട്ടങ്ങളിൽ നിർണായക വിക്കറ്റ് എടുത്ത് ബ്രേക്ക് ത്രൂ നൽകാനും വരുണിന് സാധിക്കാറുണ്ട്. വരുണിന് പുറകെ അക്ഷർ പട്ടേലാണ് ടീമിലുള്ള മറ്റൊരു സ്പിന്നർ. ടീമിൽ മൂന്നാമതായി ഒരു സ്പിന്നറായി ഒരു പക്ഷേ മറ്റൊരു താരത്തെ കൂടി പരിഗണിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പാക് നിരയിൽ അബ്രാർ അഹമ്മദ്, ഷദബ് ഖാൻ എന്നിവർക്കൊപ്പം ഉസ്മാൻ താരിഖിന്റെ സാന്നിധ്യവും അവർക്ക് വളരെ കരുത്താണ്. ഇവർക്കൊപ്പം സയീം അയൂബ്, മുഹമ്മദ് നവാസ് എന്നിവരും സ്പിന്നറുമായി ടീമിനൊപ്പമുണ്ട്. ഈ സ്പിൻ നിരയെ മെരുക്കാൻ ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുക ശിവൻ ദുബൈ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മധ്യനിരയിൽ സ്പിന്നിനെ വിദഗ്ധമായി കളിക്കാൻ ദുബൈ മികവ് കാണിക്കാറുണ്ട്. അതിനാൽ പാക് സ്പിന്നർമാരെ കടന്നാക്രമിക്കാൻ ദുബൈയെ തന്നെ ഇന്ത്യൻ ടീം കളത്തിലിറക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആവേശം നിറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വില്ലനായി മഴ എത്തുമോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. മത്സരത്തിനിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ പ്രവചനം. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാൻ 60% സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. കണക്കുകളിലെ മുൻതൂക്കം ഇന്ത്യക്കാണെങ്കിലും ക്രിക്കറ്റ് മത്സരങ്ങൾ എപ്പോഴും പ്രവചനാതീതമാണ്. ഇരു ടീമുകൾക്കും ശക്തമായ കളിക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു താരത്തിന്റെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാം എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നാളെ മഴ ചതിച്ചില്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർക്ക് ഒരു മികച്ച മത്സരം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്.